തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ചരിത്ര വിജയം നേടിയ ബി.ജെ.പിക്ക് സംസ്ഥാന തലത്തിൽ ആകെ ലക്ഷ്യമിട്ട മുന്നേറ്റം ഉണ്ടാക്കാനായില്ല. കേന്ദ്ര നേതൃത്വം 10,000 വാർഡുകളിൽ വിജയം ലക്ഷ്യം വെച്ചെങ്കിലും കിട്ടിയത് 1919 വാർഡുകളാണ്. മുനിസിപ്പാലിറ്റി ഭരണം 2-ൽ നിന്നും വർദ്ധിപ്പിക്കാനായില്ല. തൃശ്ശൂരിലടക്കം പ്രതീക്ഷിച്ച വിജയം ഉണ്ടാകാത്തത് ഗൗരവതരമായി ചർച്ച ചെയ്യുമെന്ന് എസ് സുരേഷ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 20% വോട്ടും 5000 വാർഡുകളിൽ ഒന്നാം സ്ഥാനത്തും എത്തിയിരുന്നു. അതിനാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന് ഒരു ലക്ഷ്യം നിശ്ചയിച്ച് നൽകിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 25% വോട്ടും 10,000 വാർഡുകളും വിജയിക്കണമെന്ന്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി.ജെ.പി തിരുവനന്തപുരം നഗരസഭാ ഭരണം പിടിച്ചു. പക്ഷേ ലക്ഷ്യം കൈവരിച്ചില്ല. लोकल बॉडीज के चुनाव में एनडीए 21,000 स्थानों पर लड़ेगी और 25% वोट के साथ हर बूथ में अपनी प्रेजेंस दर्ज कराएगी. സംസ്ഥാന ബി.ജെ.പിയുടെ സാരഥ്യം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ പരീക്ഷയിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം നഗരസഭാ ഭരണം പിടിച്ച് വിജയക്കൊടി നാട്ടി പാർട്ടിയിലെ തന്റെ നേതൃസ്ഥാനവും ഉറപ്പിച്ചു. തിരുവനന്തപുരം നഗരസഭ പിടിച്ചതിനാൽ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷമുള്ള പ്രവർത്തന ശൈലിയിൽ അതൃപ്തരായിരുന്ന വിഭാഗം അടങ്ങിയിട്ടുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖറിന്റെ നേട്ടത്തെ പ്രകീർത്തിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പക്ഷെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ ചരിത്ര വിജയം നേടിയെങ്കിലും ലക്ഷ്യമിട്ടതിന്റെ 20% മാത്രമേ നേടാനായുള്ളൂ. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ജയിച്ചത് 1640 വാർഡുകളിലായിരുന്നു. 17% വോട്ടും നേടിയിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം 20ആയി. 5000 വാർഡുകളിൽ ബി.ജെ.പി ഒന്നാമതെത്തി. 2200 വാർഡുകളിൽ 2ാം സ്ഥാനം കിട്ടി. അത് അടിസ്ഥാനമാക്കി കേന്ദ്ര നേതൃത്വം 10,000 വാർഡ് ലക്ഷ്യമിട്ടപ്പോൾ ഇത്തവണ കിട്ടിയത് 1902 വാർഡുകളാണ്. വാർഡ് പുനർനിർണയത്തിന് ശേഷം ആകെ വാർഡ് എണ്ണം കൂടിയിട്ടും 5 വർഷത്തിന് ശേഷം ബി.ജെ.പിക്ക് വർദ്ധിപ്പിക്കാനായത് 300 വാർഡുകൾ മാത്രമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നേടിയ വലിയ പിന്തുണയുടെ അടുത്തെങ്ങും എത്താനുമായില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വൻ വിജയം നേടിയ തൃശ്ശൂരിൽ നഗരസഭയിൽ ബി.ജെ.പി 3ാമതായി. അതിനാൽ തിരുവനന്തപുരം നഗരസഭയിൽ ചരിത്ര വിജയം നേടിയെങ്കിലും ലക്ഷ്യമിട്ട നേട്ടം കൈവരിക്കാനാകാത്തത് പാർട്ടി നേതൃത്വം ഗൗരവത്തോടെ കാണുകയാണ്. തൃശ്ശൂരിലെ പ്രതീക്ഷിച്ച രീതിയിലേക്ക് മുന്നേറിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നേടിയിടത്തും നേടാത്തിടത്തും വളരെ ക്രിട്ടിക്കലായിട്ടൊരു വിലയിരുത്തലും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളും ഞങ്ങൾ സ്വാഭാവികമായിട്ട് വരുന്ന 1 മാസത്തിനുള്ളിൽ അത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ആലോചിക്കുന്നത്. അത് ചെയ്യും. തിരുവനന്തപുരം നേടിയതിന്റെ ആവേശമുണ്ട്. പക്ഷേ 2020 22 ഗ്രാമപഞ്ചായത്ത് ഭരണം ഉണ്ടായിരുന്നത് ഇപ്പോൾ 26ആയി മാത്രം വർദ്ധിച്ചു. ഭരിക്കുന്ന മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 2-ൽ നിന്ന് വർദ്ധിപ്പിക്കാനാകാത്തത് കോട്ടമാണ്. 12 നഗരസഭ നഷ്ടമായതും തിരിച്ചടിയായി. ഞങ്ങൾ വീണ്ടും ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത്. ഒരു ചെറിയ മാറ്റം അവസാനം ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതൽ പഠനം നടത്തിയാലാണ് അത് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുക. ബി.ജെ.പിക്ക് ആകെ സീറ്റെണ്ണം കൂടിയെന്ന് സാങ്കേതികമായി പറയാം. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് 4 മാസം മാത്രം അകലെയാണ്. ലക്ഷ്യമിട്ട നേട്ടം കൈവരിക്കാനാകാത്തത് സംസ്ഥാന നേതൃത്വത്തെ ഗൗരവത്തോടെ ചിന്തിപ്പിക്കുന്നു, ആശങ്കപ്പെടുത്തുന്നു. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.